ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീമദ് ഭാഗവതമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇന്ന് 2 ക്ലാസ്സും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച വരെ നമ്മളിത് ചെയ്യേണ്ടി വരും. അടുത്ത ആഴ്ച മുതൽ നോർമലാണ്. ഞായറാഴ്ച കൃഷ്ണകഥാമൃതം ക്ലാസ്സും തിങ്കളാഴ്ച ഭാഗവതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകം 54, അധ്യായം 13, പ്രഥമസ്കന്ധം ശ്രീമദ് ഭാഗവതം. ധൃതരാഷ്ട്രനെ കുറിച്ചുള്ള ധൃതരാഷ്ട്ര എല്ലാം ഉപേക്ഷിച്ച് അവസാനം കാട്ടിലേക്ക് പോകുന്ന ആ ഒരു സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഓവർവ്യൂ ഓൾറെഡി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്താണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നേരെ ശ്ലോകത്തിലേക്ക് പോവാം. 54-ാമത്തെ ശ്ലോകം. ഭാഗവതം ഉള്ളവര് കയ്യിലെടുത്തോളൂ. ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃതാ ഷഡിന്ദ്രിയഃ ഹരിഭാവാനയാ ധ്വസ്ത രജ സത്വ തമോ മലഃ. ജിതാസനോ ജിതശ്വാസ പ്രത്യാഹൃതാ ഷഡിന്ദ്രിയഃ ഹരിഭാവാനയാ ധ്വസ്ത രാജ സത്വ തമോ മലഃ. ഓക്കെ, ശ്ലോകം വായിക്കാം. हरे कृष्ण प्रभु। ओम नमो भगवते वासुदेवाय। जितासनो जितश्वासा प्रत्याहृतषडिन्द्रियः हरिभावनया ध्वस्ता रज सत्त्वतमो मलः. हरे कृष्ण. हरे कृष्ण प्रभु जी। जितासनो जितश्वास प्रत्याहृतषडिन्द्रियः हरिभावनया ध्वस्ता रजः सत्त्वतमो मलः. हरे कृष्ण.
ഹരേ കൃഷ്ണ. യെസ്. വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ജിദാസനോജിതശ്വാസ പ്രത്യാഹൃത ഷഡീന്ദ്രിയാഃ ഹരിഭാവനയാ സ്വസ്ഥരജ സത്വതാമോ മലഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജിദാസനോ ജിദാശ്വാസ പ്രത്യാഹിത ഷഡേന്ദ്രിയ ഹരിഭാവനയാ രാജ രജസത്വതമോ മല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജിദാസനോ ജിദാശ്വാസ പ്രത്യാഹൃത ഷഡീന്ദ്രിയഃ ഹരിഭാവനയാ ധ്വംസ രജസ് സത്വതമോ മലഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ ഹരേ ആരെങ്കിലും? കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ദിദാസനോ ദിദശ്വാസ പ്രത്യാഹൃത ഷഡേന്ദ്രിയഃ ഹരിഭാവനയാ തത്ത രജസപ്തമോ മലഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, ആരെങ്കിലും ഒരാള് വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. യോഗാസനങ്ങളെയും ശ്വസന പ്രക്രിയയെയും നിയന്ത്രണത്തിലാക്കിയ ഒരുവനെ ഇന്ദ്രിയങ്ങളെ പരമദിവ്യോത്തമ പുരുഷനു നേരെ തിരിക്കാൻ കഴിയുന്നു. അപ്രകാരം ലൗകികമായ സത്വം, രജസ്, തമസ് എന്നീ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളാൽ ബാധിക്കപ്പെടാത്തവനായി തീരുകയും ചെയ്യുന്നു. ഭാവാർത്ഥം: യോഗമുറയിലെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ മുതലായവയാകുന്നു. പവിത്രമായ സ്ഥലത്ത് ഉപവിഷ്ടനാകുകയും പരമദിവ്യോത്തമ പുരുഷനായ ഹരി എന്ന ഏക പൊരുളിൽ ഏകഗ്രനാകുകയും ചെയ്കയാൽ മഹാരാജാവ് ധൃതരാഷ്ട്രർ ആ പ്രാരംഭ നടപടികളിൽ വിജയിയായി തീരും. അപ്രകാരം അദ്ദേഹത്തിന്റെ സർവ്വ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനത്തിൽ നിയുക്തമായിരുന്നു. ഈ പ്രക്രിയ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഭക്തനെ നേരിട്ട് സഹായിക്കുന്നു. ഏറ്റവും ഉയർന്ന ഗുണമായ ഭൗതികമായ സത്വഗുണം പോലും ഭൗതിക ബന്ധനത്തിന് ഹേതുവാകുന്നു എന്നിരിക്കെ രജസ്, തമസ് എന്നീ മറ്റു ഗുണങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ടോ? ഭൗതികാസ്വാദനത്തിനുള്ള ഔത്സുക്യം, സമ്പത്തും അധികാരവും സ്വരൂപിക്കാനുള്ള ശക്തമായ കാമവാസന എന്നീ ഭൗതിക പ്രവണതകളെ രജസ്, തമോ ഗുണങ്ങൾ അധികരിക്കുന്നു. ഈ രണ്ട് അധമ മനോഭാവങ്ങളെ കീഴടക്കി ജ്ഞാനവും സദാചാരവും നിറഞ്ഞ സത്വഗുണത്തിന്റെ തലത്തിലേക്ക് തന്നെ ഉയർത്തിയ ഒരുവന് പോലും പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ്, നാക്ക്, മൂക്ക്, കാത്, സ്പർശം എന്നിവയെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ മുകളിൽ പ്രസ്താവിച്ച പോലെ ഭഗവാൻ ഹരിയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച ഒരുവനെ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ സർവ്വവിധ സ്വാധീനങ്ങളെയും അതിക്രമിച്ച് ഭഗവത് സേവനത്തിൽ അടിയുറച്ചിരിക്കുവാൻ കഴിയുന്നു. ആകയാൽ ഭക്തിയോഗ പ്രക്രിയ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ പ്രേമയുധ സേവനത്തിൽ നേരിട്ട് നിയുക്തമാക്കുന്നു. ഇത് നിർവാഹകനെ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതിൽ നിന്നും തടയുന്നു. ഭൗതിക ബന്ധത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിൽ തിരിക്കുന്ന ഈ പ്രക്രിയയെ പ്രത്യാഹാരമെന്നും ശ്വസന പ്രക്രിയയെ പ്രാണായാമമെന്നും വിശേഷിപ്പിക്കുന്നു. ഇത് ആത്യന്തികമായി എല്ലാ പ്രകാരത്തിലും പരമപുരുഷ ഭഗവാൻ ഹരിയെ പ്രീതിപ്പെടുത്തുന്നതിൽ ആമഗ്നമാകുന്ന സമാധിയിൽ അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, നാരദമുനി യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നതാണ്. യുധിഷ്ഠിര മഹാരാജാവ് ഒരുപാട് വിഷമിച്ചിരുന്നു. ധൃതരാഷ്ട്രരെ കാണുന്നില്ല, വിതുരരെ കാണുന്നില്ല, ഗാന്ധാരി ദേവിയെ കാണുന്നില്ല, അവരൊക്കെ എവിടെ പോയി എന്നുള്ളൊരു ചിന്തയായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിന്. ആ സമയത്ത് ശ്രീപാദ് നാരദമുനി അവിടെ വരുന്നു. നാരദമുനി വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അവര് പോവേണ്ട സ്ഥലത്തേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. മാത്രമല്ല അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവര് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അവരുടെ കൂടെ ഭഗവാൻ ഉണ്ട്, ഭഗവാൻ അവരെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഉറപ്പാണ് യുധിഷ്ഠിര മഹാരാജാവിന് കൊടുക്കുന്നത് നാരദമുനി. ഇനി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അവര് എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ കണ്ടത് ഇതിനു മുമ്പുള്ള 2 ശ്ലോകങ്ങളിൽ. എവിടെ പോയി എന്നാണ് പറയുന്നത്? സ്ഥലം എടുത്ത് പറയുന്നുണ്ടല്ലോ.
52-ാമത്തെ ശ്ലോകത്തിൽ. ഹരിബോൽ. ഗംഗാ നദിയുടെ തീരത്തെ ഉം. സപ്തസ്രോതസ് എന്ന് വിശേഷിപ്പിക്കും സ്ഥലം. സപ്തസ്രോത. അതെ, ഗംഗാ നദിയുടെ തീരത്ത് സപ്തസ്രോത എന്ന് പറയുന്നു. അവിടെ ഗംഗാ നദിയുടെ തീരത്ത്, അപ്പോൾ വളരെ പവിത്രമായിട്ടുള്ള സ്ഥലത്തേക്കാണ് അവർ പോയിട്ടുള്ളത്. അവിടെ പോയി ഇവര് എന്താണ് ചെയ്യുന്നത്? ധ്യാനയോഗമാണ് ചെയ്യുന്നത്. ധ്യാനയോഗമാണ് ഇവര് എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നു യോഗാസനങ്ങളെ കുറിച്ച്. അതായത് ധ്യാനയോഗത്തിന് ഒരു പ്രോസസ് ഉണ്ട്, അഷ്ടാംഗ യോഗം എന്ന് പറയുന്നു. ശ്രീ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അഷ്ടാംഗ യോഗം, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗത്തിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെയും പറയുന്നു, ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ആദ്യത്തെ വരിയിൽ. ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്താണ് അഷ്ടാംഗ യോഗങ്ങളിലെ അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അംഗങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യമ Yes. നിയമ ആസന ഉം. പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറെ ആർക്കെങ്കിലും അറിയെങ്കിൽ പറയാം, എന്താണ് യമ നിയമ ആസന ഇതെല്ലാം? ഒരു വരിയിൽ ചെറുതായിട്ട് പറഞ്ഞാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. യമ എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങള്, നിയമ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങള്. ഓക്കെ. കറക്റ്റ്. ബാക്കി മുന്നോട്ട് പോട്ടെ. ബാക്കി വേറെ. താങ്ക് യു മാതാജി, ഗീത മാതാജി. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. ഉം. യമ പ്രൊഹിബിഷൻസ് നമ്മൾ പാലിക്കാത്തത്, നിയമ റൂൾസ് നമ്മൾ പാലിക്കേണ്ട ഉം. കാര്യങ്ങള്. യമ നിയമ ആസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പോസ്ചർ. യമ നിയമ ആസന, പ്രാണായാമ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് ഉം. ശ്വാസത്തെ പ്രാണായാമ നിയന്ത്രിക്കുക. ശ്വാസത്തെ നിയന്ത്രിക്കുക. ഉം. പ്രത്യാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സെൻസസിനെ, ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയവിഷയങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യുക, പിന്തിരിപ്പിക്കുക. ഓക്കെ, വെരി ഗുഡ്. പ്രാണായാമ പ്രത്യാഹാര. പിന്നെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഭഗവാനിലേക്ക് ഫോക്കസ് ചെയ്യുക. ഉം. ധ്യാന ഫുൾ മെഡിറ്റേഷൻ ചെയ്യുക. ലാസ്റ്റ് സമാധി. ഓക്കെ, താങ്ക് യു മാതാജി, താങ്ക് യു സോ മച്ച്. യെസ്, സോ എല്ലാം. അപ്പോൾ എനിക്കൊന്ന് ഗീത മാതാജി പറഞ്ഞത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, പക്ഷെ കറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി, അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. യമ നിയമ എന്ന് പറയുന്നത് അതായത് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതും, ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺട്സ് എന്ന് പറയും. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, ഡു നോട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പൊ അതാണ് യമ നിയമ. പിന്നെയുള്ളത് ഇവിടെ നിങ്ങളെല്ലാവരും പറഞ്ഞു. സോ ഇതാണ് അഷ്ടാംഗ യോഗത്തിലെ 8 പ്രോസസ്സുകൾ പറയുന്നത്. അപ്പൊ പ്രാണായാമം കേട്ടിട്ടുണ്ടാവും. പ്രാണായാമം നമ്മൾ യോഗാസനം ചെയ്യുന്ന പലവരും ചെയ്യുന്ന ഒരു എക്സസൈസ് പോലെ ചെയ്യുന്നുണ്ടാവും. അതായത് ശ്വാസത്തെ നിയന്ത്രിക്കുന്നത്. ആക്ച്വലി അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരീരത്തിന് മാത്രമല്ല പുഷ്ടി തരുന്നത്, തീർച്ചയായിട്ടും ശരീരത്തിന് നല്ലതാണ്. നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രാണായാമം ചെയ്യുന്നത് നല്ലതാണ്. പറയുന്നു ശാസ്ത്രങ്ങളിൽ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ് എന്ന് പറയുന്നത് വർഷക്കണക്കിനല്ല, എത്രമാത്രം ശ്വാസം നമ്മൾ വലിക്കുന്നു, എത്രമാത്രം ശ്വാസം പുറത്തേക്ക് കളയുന്നു, എത്രമാത്രം ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, ഇത് അനുസരിച്ചിട്ടാണ് നമ്മുടെ ആയുസ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ഒരു കോട്ടയുണ്ട്. ഇത്രമാത്രം ശ്വാസം വലിക്കുന്നു, ഇത്രമാത്രം ശ്വാസം പുറത്തേക്ക് വിടുന്നു എന്നുള്ളത്. അതിന്റെ ബേസിസിലാണ് നമ്മുടെ ആയുസ്. അതുകൊണ്ടാണ് ഈ യോഗികളൊക്കെ അവര് പ്രാണായാമം ചെയ്ത് ശ്വാസത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട്, കാര്യം പ്രാണായാമത്തില് ശ്വാസത്തെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യവുമുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ 1 സെക്കൻഡിൽ അല്ലെങ്കിൽ 1 സെക്കൻഡ് അല്ല 10 സെക്കൻഡിൽ നമ്മൾ
2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ശ്വാസം വലിച്ചു വിടുന്നു എന്നുണ്ടെങ്കിൽ യോഗാസനം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ യോഗികളൊക്കെ അവര് ശ്വാസത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. അപ്പോൾ അവര് ഒരുപക്ഷെ 5 മിനിറ്റില് 3-4 പ്രാവശ്യമേ ശ്വാസം വലിച്ചു വിടുന്നുണ്ടാവുള്ളൂ. അപ്പൊ അത്രമാത്രം അവിടെ കൺട്രോൾ ചെയ്തു ശ്വാസത്തെ. അപ്പോൾ അത്രമാത്രം അവരുടെ ആയുസ്സിന് വ്യത്യാസം വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള യോഗികളുടെ ആയുസ് കൂടുന്നത്. അവരുടെ ഹെൽത്ത് നല്ലതായിരിക്കും. അവരുടെ ആയുസ്, അതായത് ചിലവര് 100, 110, 120, 130 അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നത് കാണാം. അപ്പോൾ അതാണ് പ്രാണായാമം. പക്ഷെ എന്താണെങ്കിലും ബാക്കി ഈ പറയുന്ന പ്രോസസ്സ് എന്താണെങ്കിലും ഇത് ശരീരത്തിന്റെ പുഷ്ടിക്ക് വേണ്ടി മാത്രമല്ല. ഇത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യോഗ പ്രോസസ് എല്ലാം. അല്ലാതെ നമ്മുടെ ശരീരം മാത്രം പുഷ്ടിപ്പെടുത്തി അല്ലെങ്കിൽ ആയുസ് മാത്രം കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? ചില ആളുകൾ, ഇന്നത്തെ കാലത്തെ ആളുകൾ ചെയ്യുന്നത് ആയുസ് കൂട്ടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ രാജ്യത്ത്, ഞാനിപ്പോൾ ഇരിക്കുന്ന രാജ്യത്ത് പ്രായമായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന മെയിൻ എന്റർടൈൻമെന്റ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നായ്ക്കളെ കൊണ്ട് പുറത്തേക്ക് കറങ്ങാൻ നടക്കുന്നു. നായ്ക്കളെ കൊണ്ട് എല്ലാവരും നടക്കുന്നു. പ്രായം കുറഞ്ഞവരും കൂടിയവരും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കാണാം. ഇവിടെ നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെക്കാൾ കൂടുതൽ വിലയാണ്. മനുഷ്യരെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് അവർക്ക്. അങ്ങനെയാണ്. അവരുടെ സ്വന്തം വീട്ടിലെ അംഗങ്ങളാണ്. അങ്ങനെയാണ് അവർ കാണുന്നത്. ഒരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എയർപോർട്ടിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ അവിടെ ഒരു 10 ആളുകളെ എടുക്കുവാണെങ്കിൽ അതിൽ 1-2 ആളുകളുടെ കൂടെ നായ ഉണ്ടാവും. ഈ ഫ്ലൈറ്റിൽ അവര് നായയും പോകുന്നുണ്ട്. അവർ വേറെ സിറ്റികളിലേക്ക് പോകുമ്പോൾ കൂടെ പോകുന്നു. കാറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വ്യാസാസനമുണ്ട്. ഹരേ കൃഷ്ണ. അവർക്ക് ഇരിക്കാനുള്ള ആസനമുണ്ട്, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രായമായിട്ടുള്ള ആളുകൾ കുറെ പേരെ കണ്ടു. നമ്മൾ പുറത്ത് കാണാം. ഇവര് നായ്ക്കളെ കൊണ്ടുവരുന്നതും അവരുടെ കൂടെ ഓടുന്നതും അവരുടെ കൂടെ ചാടുന്നതും കളിക്കുന്നതും ഒക്കെ. അതൊക്കെ കാലത്തെ സമയങ്ങളിൽ ചെയ്യുന്നു. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ പബ്ബിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡിസ്കോയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, തമോഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് അവസാനം, അതായത് റിട്ടയർ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ജീവിതം എന്തിനാണ് മനുഷ്യജന്മം തന്നിട്ടുള്ളത് എന്ന് ആളുകൾക്ക് അറിയില്ല. ഇവിടുത്തെ അവസ്ഥ മാത്രമല്ല, ഇതിനേക്കാൾ മോശമാണ് ഇന്ത്യയിലെ അവസ്ഥ, നമ്മുടെ രാജ്യത്തെ അവസ്ഥ. ഇവിടെയുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഒരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പല കാര്യങ്ങളിലും. എന്നാൽ നമ്മുടെ നാട്ടിൽ എല്ലാം തലതിരിഞ്ഞിട്ടാണ്. കാര്യം ഇവിടത്തെ കോപ്പി ചെയ്യാൻ നോക്കുവാണ് പലതും. തമോ ഗുണത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പൊ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആളുകൾ ശരീരം, പിന്നെ ഇത്രയും പ്രായമായിട്ടുള്ള ആളുകൾ എക്സസൈസ് എടുക്കുന്നത് കാണാം. അതൊരു നല്ലൊരു കാര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പ്രായമായിട്ടും അവര് എക്സസൈസ് എടുക്കാൻ പോകുന്നു, ഓടാൻ പോകുന്നു, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനാണ്? ബോഡി നിലനിർത്താൻ വേണ്ടി. അപ്പോൾ അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നല്ല ബോഡി നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അതിന്റെ പുറകിൽ പോകാൻ സാധിക്കും. അപ്പോൾ ബോഡി ഹെൽത്തി ആണെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാം. മദ്യപിക്കാം, കൂടുതൽ മദ്യം കഴിക്കാം, അന്യ സ്ത്രീകളുടെ കൂടെ പോവാം, പിന്നെ പല പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇവര് ബോഡി നിലനിർത്തുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലാതെ ആ ബോഡി നിലനിർത്തിയാൽ ആ ശരീരം കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാം കൂടുതൽ, അല്ലെങ്കിൽ കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല ആളുകൾ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലെ ഏത് രാജ്യം എടുത്താലും അവിടെ, ലോകം മുഴുവനും അങ്ങനെയാണ്. എന്നാൽ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ യോഗ അല്ലെങ്കിൽ എക്സസൈസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതല്ല. ശരിക്കും ശാസ്ത്രങ്ങളിൽ പറയുന്നത് അതിന്റെ ഉദ്ദേശം ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണ്. ധ്യാനയോഗം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്ന, അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗം കൂടിയാണ്. ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ അതിന്റെ ലക്ഷ്യം അറിയാതെ ആളുകൾ എന്തോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് യോഗ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവിടെ എക്സസൈസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്.
എന്നാൽ ഇവിടെ പറയുന്നത്, നമ്മൾ ഭാഗവതത്തിൽ വായിച്ചിട്ടുള്ളത്, ഇവിടെ യോഗ അവര് പ്രാണായാമ, പ്രത്യാഹാര, ധ്യാന, ധാരണ, സമാധി എന്നൊക്കെ പറയുന്നത് ആ അഷ്ടാംഗ യോഗത്തിലെ അംഗങ്ങൾ ശരിക്കും അത് എങ്ങനെയാണോ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അത് അനുസരിച്ച് അവർ ഫോളോ ചെയ്യുന്നു. ധൃതരാഷ്ട്രരും വിതുരരും ഗാന്ധാരിയും അവിടെ പോയി ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയല്ല നോക്കുന്നത്, അവർ ഭഗവാനിലേക്ക്, അതാണ് ഇവിടെ പറയുന്നത്, ശ്ലോകത്തിൽ പറയുന്നത് അതാണ്. ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഹരി ഭാവനായ ധ്വസ്ത. ഭഗവാൻ അത് പ്രത്യാഹൃത ഷഡിന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. അവര് ജിതാസന, പ്രോപ്പറായിട്ടുള്ള പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവര് ജിത ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട്, അതായത് ആസനമായി. രണ്ടാമത്തെ പ്രോസസ് എന്താണ്? ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് പ്രാണായാമമായി. പിന്നെ പ്രത്യാഹാരമായി. ഷഡിന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു. ഷഡിന്ദ്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ ഇന്ദ്രിയങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? പഞ്ചേന്ദ്രിയങ്ങൾ പ്ലസ് മനസ്സാണ്. പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങൾ പ്ലസ് ഓക്കെ, കറക്റ്റ്. ഷഡിന്ദ്രിയങ്ങൾ എന്ന് പലപ്പോഴും പറയുമ്പോൾ 5 ഇന്ദ്രിയങ്ങൾ പ്ലസ് മനസ്സാണ് വരുന്നത്. കാര്യം മനസ്സാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആള്. മനസ്സിലാണ് ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കൺട്രോൾ ഇരിക്കുന്നത് മനസ്സിലാണ്. ഷഡിന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സും ഉൾപ്പെടെ നിയന്ത്രിക്കുക. പ്രത്യാഹൃത ഷഡിന്ദ്രിയ. ഇനി എന്താണ് അവര് പറയുന്നത്? ഇനി എന്താണ് ശ്ലോകത്തിൽ പറയുന്നത്? ഹരി ഭാവനായ ധ്വസ്ത, അതായത് ഹരി ഭഗവാൻ ഹരിയിലേക്ക്, ഭഗവാൻ ഹരിയിൽ പൂർണ്ണമായിട്ടും അവര് ഭാവനായ, അതായത് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവര് ധ്വസ്ത രജ സത്വ തമോ മലഹ, മറ്റുള്ള എല്ലാ ഈ പറയുന്ന ത്രിഗുണങ്ങൾ, രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം, ഈ ഗുണങ്ങളെല്ലാം, ഗുണങ്ങൾ കൊണ്ടുള്ള മലങ്ങൾ, കണ്ടാമിനേഷൻസ് എല്ലാം, അതിനെ എല്ലാത്തിനെയും പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നു. അതായത് ചുരുക്കം പറയുവാണെങ്കിൽ ഈ 3 ഗുണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ആ ഒരു കണ്ടാമിനേഷൻസിൽ നിന്നൊക്കെ അവര് മുക്തരായിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആണ് അവർക്ക് കിട്ടുന്നത്. കാര്യം അവര് ധ്യാനിക്കുന്നത് ആരെയാണ്? ഭഗവാൻ ഹരിയെ. ധ്യാനയോഗത്തിലൂടെ ഭഗവാൻ ഹരിയെ അവര് ധ്യാനിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള സത്വഗുണ, തമോഗുണ, രജോ ഗുണത്തിലുള്ള ഒന്നും തന്നെ, അല്ലെങ്കിൽ ഈ ത്രിഗുണങ്ങൾ അവരെ ബാധിക്കുന്നില്ല, ത്രിഗുണങ്ങൾ അവരെ എഫക്ട് ചെയ്യുന്നില്ല, അതാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു. ഇവിടെ ആദ്യം ആസനങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം പറയുന്നു ധൃതരാഷ്ട്രർ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നു. അഷ്ടാംഗ യോഗം ഫോളോ ചെയ്തുകൊണ്ട് ഭഗവാൻ ഹരിയെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നവര്. അങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിൽ വരുന്നു. ആ ഇന്ദ്രിയങ്ങൾ ഭഗവത് സേവനങ്ങളിലേക്ക് അവരുടെ ഭഗവത് സേവനം എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഭഗവാനെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്, ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നു. അപ്പോൾ അത് അവരുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനത്തിൽ വ്യാപൃതരാവുന്നു. ഇനി പിന്നെ പറയുന്നു, അങ്ങനെയുള്ള അവസ്ഥയിൽ ത്രിഗുണങ്ങൾ അവരെ ബാധിക്കാൻ പോകുന്നില്ല. കാര്യം ത്രിഗുണങ്ങൾ നമ്മളെ ഈ ഒരു ലോകത്തിൽ ബന്ധനസ്ഥനാക്കുന്ന ഒരു കാര്യമാണ്, ബോണ്ടേജ് കൊണ്ടുവരുന്ന കാര്യമാണ്. അത് സത്വഗുണമാണെങ്കിലും രജോ ഗുണമാണെങ്കിലും തമോ ഗുണമാണെങ്കിലും ഈ 3 ഗുണങ്ങളിൽ നിന്നും മുക്തരായിരിക്കണം നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ലോകം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സത്വ രജോ തമോ ഗുണത്തിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കണം. തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും അതിൽ ബന്ധനം ഉണ്ട് എന്ന് നമുക്കറിയാം. തമോ ഗുണത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100% അതിന് റിയാക്ഷനും വരുന്നു, നമ്മൾ അതില് പെട്ടുപോകുന്നു. ഇനി രജോ ഗുണത്തിലുള്ളതും അങ്ങനെയാണ്, നമുക്കറിയാം. സത്വഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും അതിനും ഒരു അതും ഒരു നമ്മളെ അല്ലെങ്കിൽ ആവാൻ സാധിക്കും, അല്ലെങ്കിൽ ആവും. അപ്പോൾ സത്വഗുണത്തിൽ ഇരുന്നു കൊണ്ട് മാത്രം ആവുന്നില്ല, ശുദ്ധ സത്വഗുണത്തിലേക്ക് നമ്മൾ ഉയർന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ത്രിഗുണങ്ങളെ അവർക്ക് ബാധിക്കില്ല എന്ന് പറയുമ്പോൾ കാര്യം ഈ ത്രിഗുണങ്ങൾ ഭൗതിക തലത്തിലുള്ളതാണ്. അപ്പോൾ ഭൗതിക തലത്തിലുള്ള ഒന്നും തന്നെ അവരെ ബാധിക്കുന്നില്ല.
അപ്പോൾ ഇവിടെ അഷ്ടാംഗയോഗം ചെയ്യുന്ന ധൃതരാഷ്ട്രം കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ഭക്തരെ കുറിച്ചോ, ഭക്തിയോഗം ഫോളോ ചെയ്യുന്നവർക്കോ തീർച്ചയായിട്ടും ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തരാവാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് സത്വഗുണം നമ്മളെ ബന്ധിപ്പിക്കുന്നത്? ആരെങ്കിലും പറയൂ. ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. സത്വഗുണത്തിലല്ലേ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നേ? പുണ്യകർമ്മങ്ങൾ പുണ്യപ്രവൃത്തികൾ. ഓക്കെ. പുണ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഹരിബോൽ പറയൂ. അപ്പോൾ നമ്മളിവിടെ ബന്ധിക്കപ്പെടും. പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ബന്ധിക്കപ്പെടും? സ്വർഗലോകത്തിലേക്ക് ഉയർത്തപ്പെടും. അവിടെ എല്ലാവരെക്കാളും കുറച്ച് ഉയർന്നതാണ് എന്നുള്ളൊരു ഭാവം നമുക്ക് വരും. യെസ്, അതൊരു പോയിന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. താങ്ക് യു. അതൊരു പോയിന്റ് ആണ്. അതായത് സത്വഗുണത്തിലുള്ള ആളുകൾക്ക്, സത്വഗുണം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ചെറിയൊരു അഹങ്കാരം വരും. ഞാൻ ബെറ്റർ ആണ് മറ്റുള്ളവരെക്കാളും എന്നുള്ളത്. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ മാതാജി പറഞ്ഞ പോലെ, നമ്മൾ പുണ്യങ്ങൾ ചെയ്യുവാണെങ്കിൽ, പുണ്യകർമ്മങ്ങൾ, ഇനി പുണ്യകർമ്മം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള പുണ്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പുണ്യം എന്നുള്ള വാക്ക് ശ്ലോകങ്ങളിൽ കാണാം. അപ്പോൾ ചില കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പുണ്യം വ്യത്യാസം ഉണ്ടാവും അല്ലെ? നമ്മൾ പറയാറുണ്ട് സംസ്കൃതത്തിലെ ചില വാക്കുകൾ ഒരേ അർത്ഥം തന്നെ, അല്ലെങ്കിൽ ഒരേ വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ടാവും. അപ്പോൾ പുണ്യം എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് പുണ്യമുണ്ട്. ഒന്ന് ഭൗതിക തലത്തിലുള്ള പുണ്യം, രണ്ട് ആത്മീയ തലത്തിലുള്ള പുണ്യം. ഭൗതിക തലത്തിലുള്ള പുണ്യം എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നത്. അതാണ് ഈ നേരത്തെ മാതാജി ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നു. അല്ല, ഉദാഹരണത്തിന് നമ്മൾ അതായത് വിശക്കുന്ന ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, ഇനി അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ അനാഥാലയങ്ങളിലേക്ക് പൈസ കൊടുക്കുന്നു. ഇതെല്ലാം പുണ്യമാണ്. ഇതെല്ലാം ഭൗതിക തലത്തിലുള്ളതാണ്. കാര്യം നമ്മൾ ശരീരബോധത്തിൽ ആണ് അത് ചെയ്യുന്നത്. കാര്യം അവരുടെ ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഹോസ്പിറ്റൽ ആവശ്യമാണ് എഗെയിൻ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബോഡിയെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നല്ല കാര്യമാണ്, സംശയമില്ല. പക്ഷേ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള പറയുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള ഒരു ധാരണയിലല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ആ പുണ്യത്തിന് ക്രെഡിറ്റ് ഉണ്ടാവും, പുണ്യത്തിന്റെ ക്രെഡിറ്റ് കിട്ടും. ആ ക്രെഡിറ്റ് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രെഡിറ്റ് നമ്മൾ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യേണ്ടി വരും ഓട്ടോമാറ്റിക്കലി. കാര്യം ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻ അല്ലെങ്കിൽ ഓരോ പ്രവൃത്തിക്കും അതിന് റിയാക്ഷൻ ഉണ്ട്. അത് ചിലപ്പോൾ നല്ലതാവാം, ചീത്തയാവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം ഒക്കെ. നെഗറ്റീവായിട്ടുള്ളത്, മോശമായിട്ടുള്ള റിയാക്ഷൻ നമുക്കറിയാം. നമ്മൾ പാപങ്ങൾ, അതായത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പാപം അനുഭവിക്കേണ്ടി വരും, ഒരു സംശയവുമില്ല. അതേപോലെ ഇതേപോലുള്ള പുണ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഭൗതിക തരത്തിലുള്ള പുണ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതും അനുഭവിക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ല പൈസയുള്ള കുടുംബത്തിൽ ജനിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്വർഗലോകങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടാം. പക്ഷെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാലും എന്താണ് അവസ്ഥ? നമ്മൾ കൂടുതൽ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടാനുള്ള ഒരു ചാൻസസ് ആണ് കിട്ടുന്നത്. പക്ഷേ അത് നമ്മൾ ഭഗവാനിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇതൊരു നമ്മളെ ബന്ധിപ്പിക്കുന്നു ഈ ലോകത്തിൽ എന്ന് പറയുന്നത്. സ്വർഗലോകത്തിലേക്ക് പോയി അവിടെ എൻജോയ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം നമുക്കുള്ളത്? ആ ക്രെഡിറ്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വരേണ്ടി വരും. ഭഗവാനിലേക്ക് അടുക്കുന്നില്ല. ഭഗവാനിലേക്ക് അടുക്കാത്ത എല്ലാം നമുക്ക് ഇവിടെ നമ്മളെ ബന്ധിപ്പിക്കുന്നു. ഇതാണ് പോയിന്റ്. എന്നാൽ ആത്മീയ തലത്തിലുള്ള പുണ്യം, ചിലപ്പോൾ നമ്മൾ പുണ്യം എന്ന് പറയുന്ന വാക്ക് ചില സമയങ്ങളിൽ പറയും, പുണ്യം, സുകൃതി എന്നൊക്കെ. ആത്മീയ തലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്ക് കിട്ടുന്ന സുകൃതി, അല്ലെങ്കിൽ വൈഷ്ണവരുടെ അനുഗ്രഹം, വൈഷ്ണവരുടെ പ്രാർത്ഥന, അവരുടെ മഹാകാരുണ്യം, അങ്ങനെ കിട്ടുന്ന കുറെ സുകൃതികളുണ്ട്. അത് ആത്മീയ തലത്തിലുള്ളതാണ്. അപ്പോൾ അത് നല്ലതാണ്. അത് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നില്ല. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എങ്ങനെ ഈ സത്വഗുണത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഭൗതിക തലത്തിലുള്ള സത്വഗുണത്തിൽ ചെയ്യുന്ന പുണ്യങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരു വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു,
പിന്നെ ഹോസ്പിറ്റലിൽ കെട്ടാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അനാഥാലയത്തിൽ കൊടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ അതിൽ ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, ഇപ്പോൾ അനാഥാലയത്തിലേക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് അത് വെറും ഒരു പുണ്യമാണ്. അത് വെറും ഒരു ഭൗതിക തലത്തിലുള്ള പുണ്യം മാത്രമാണ്. നേരെ മറിച്ച് നമ്മളത് ഭഗവാന്റെ പ്രസാദമാണ് കൊടുക്കുന്നുണ്ടെങ്കിലോ, ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ള നൈവേദ്യം സമർപ്പിച്ച് അതിൽ നിന്നുള്ള പ്രസാദമാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ശരീരത്തിനും അത് ഉപകാരമാവുന്നു, ആത്മീയ തലത്തിലും അവർക്ക് ഗുണം കിട്ടുന്നു. അപ്പോൾ അവര് ആ പുണ്യം നമുക്ക് കിട്ടാൻ പോകുന്നത്, നമ്മുടെ ക്രെഡിറ്റിലേക്ക് കയറുന്നത് ആത്മീയ തലത്തിലുള്ള പുണ്യമാണ്, ഭൗതിക തലത്തിലുള്ള പുണ്യമല്ല. അതുകൊണ്ട് നമുക്ക് അത് ബന്ധനത്തിന് കാരണമാവില്ല, നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല. ഇതാണ് വ്യത്യാസം രണ്ടും തമ്മിൽ. അപ്പോൾ സത്വഗുണത്തിലായോണ്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബോധത്തോടു കൂടിയിട്ടായിരിക്കണം, ആത്മീയ തലത്തിലുള്ള ആ ഒരു ബോധത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അത് നമ്മളെ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഭാവാർത്ഥം വായിച്ചില്ല എന്ന് തോന്നുന്നു അല്ലേ? ക്ഷമിക്കണം, ഞാൻ വായിച്ചു എന്ന് പ്രതീക്ഷിക്കുകയായിരുന്നു. ഭാവാർത്ഥം വായിച്ചോ ഇല്ലേ? വായിച്ചു പ്രഭു. വായിച്ചോ? മുഴുവനും വായിച്ചിരുന്നോ? വായിച്ചു. ഓക്കെ, ഓർമ്മ വരുന്നില്ല, സോറി. ഓക്കെ, അപ്പൊ ഇതാണ് രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം കൊണ്ടുള്ള പ്രശ്നം വരുന്നത്. നമ്മളിവിടെ ലോക്കായി പോകുന്നു, ബോണ്ടേജ് വരുന്നു. പിന്നെ ശിലപ്രഭാജി പറയുന്നത്, അതുകൊണ്ട് നമ്മൾ രജോ ഗുണം, തമോ ഗുണത്തിന്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, വളരെ പ്രശ്നമാണ് അത്. അല്ലെ, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകളാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഭക്തിയുത സേവനങ്ങളല്ലാതെ, ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കാതെ, ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ശരണം പ്രാപിക്കാതെ ഈ ഒരു ഗുണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം, എപ്പോഴും ഓർക്കേണ്ട കാര്യം അതാണ്. നമുക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷ നേടണം. ഈ ത്രിഗുണങ്ങളുടെ അധീനതയിൽ നിന്ന്, ആ കൺട്രോളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. എന്നാലേ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി വേറെ ഒരു മാർഗവും വർക്കാവില്ല. ഒരേ ഒരു മാർഗമുള്ളൂ, ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക. ഇതല്ലാതെ വേറെ പ്രോസസ് ഇല്ല, ഇതല്ലാതെ വേറെ മാർഗമില്ല. കാര്യം, നമ്മളെ സംബന്ധിച്ച് ഈ അഷ്ടാംഗ യോഗത്തിലെ പ്രോസസ് ഒന്നും, കാര്യങ്ങൾ, ധ്യാനം അല്ലെങ്കിൽ പ്രത്യാഹാരം, ധ്യാനം എന്നൊക്കെ പറയുന്ന കാര്യം നമ്മളെ കൊണ്ട് സാധിക്കില്ല. അഷ്ടാംഗ യോഗത്തിൽ പറഞ്ഞ ആ വിധി പ്രകാരം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാര്യം, ഈ കലിയുഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കലിയുഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഈ കാലത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമത് നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം, അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഭക്തിയാണ്, ഭക്തിയോഗമാണ്. ഭക്തിയോഗത്തിൽ വരുന്നു ശ്രവണം, കീർത്തനം, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, കീർത്തനം ചൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമുക്കും ഭഗവത് സാക്ഷാത്കാരം നേടുന്നു, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം അതുമാണ്. മാത്രമല്ല ഈ ത്രിഗുണങ്ങളുടെ അധീനതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യം അതാണ്. ധൃതരാഷ്ട്രർക്കും വിതുരർക്കും ഗാന്ധാരിയും ചെയ്തത് എന്താണ്? അവര് ധ്യാനയോഗം ഫോളോ ചെയ്തു, എന്നാലും അതിന് ലക്ഷ്യം എന്തായിരുന്നു? ഭഗവാനായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ടുള്ള വഴി തന്നെയാണ്, തെറ്റായിട്ടുള്ള വഴിയല്ല, ശരിയായിട്ടുള്ള വഴിയാണ്. എന്നാൽ നമുക്ക് ഇതെങ്ങനെ ആപ്ലിക്കബിൾ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് ധ്യാനയോഗം നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഭക്തിയോഗമാണ്. ഇപ്പൊ ഭഗവാന്റെ നാമത്തിലൂടെയും ഭഗവാനെ ആരാധിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കും ഭഗവത് സാക്ഷാത്കാരം നേടാൻ സാധിക്കും. ഇതാണ് ടേക്ക് ഹോം. ഇതിലെ ലെസൺ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന്. അപ്പൊ നമ്മൾ ഓരോ ശ്ലോകം വായിക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് എടുക്കാൻ നോക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഈ 54-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നത് അതാണ്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. 55.
വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതാം ബ്രഹ്മണ്യാത്മാനം ആധാരേ ഘടാംബരം ഇവാംബരേ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരമിവാംബരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനാമധരേ ഘടാംബരാവിമാംബരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിജ്ഞാനാത്മനി സംയോജ്യ ക്ഷേത്രജ്ഞേ പ്രവിലാപ്യതം ബ്രഹ്മണ്യാത്മാനമാധാരേ ഘടാംബരാമിവാംബരേ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. ഞാൻ വായിക്കട്ടെ പ്രഭു? കുറേ വായിച്ചോളൂ. വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. ധൃതരാഷ്ട്രർ അദ്ദേഹത്തിന്റെ ശുദ്ധ വ്യക്തിത്വത്തെ വിവേകവുമായി മിശ്രണം ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ ഗുണപരമായ ഏകത്വ ജ്ഞാനത്താൽ പരബ്രഹ്മത്തിൽ ഒരു ജീവസത്ത എന്ന പോലെ പരമപുരുഷനിൽ വിലയം പ്രാപിക്കണം. ബന്ധിത ആകാശത്തിൽ നിന്നും സ്വതന്ത്രനായ ശേഷം ആത്മീയ ലോകത്തിലേക്ക് അദ്ദേഹത്തിന് ഉന്നതി പ്രാപിക്കേണ്ടതായുണ്ട്. ഭാവാർത്ഥം വായിക്കണം പ്രഭു? ഹരേ കൃഷ്ണ. വായിക്കൂ. ഭാവാർത്ഥം. ഭൗതിക ലോകത്തെ അടക്കി ഭരിക്കാനുള്ള ആഗ്രഹത്താലും പരമപുരുഷനുമായുള്ള നിസ്സഹകരണത്താലും ജീവസത്ത മഹത്വത്വം എന്നറിയപ്പെടുന്ന ഭൗതിക ലോകത്തിന്റെ ആകെത്തുകയുമായി സമ്പർക്കത്തിലാകുന്നു. ആ മഹത്വത്വത്തിൽ നിന്നും ഭൗതിക ലോകത്തിലെ അവന്റെ വിദ്യയായ പ്രത്യേക വ്യക്തിത്വവും ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും വികസിക്കുന്നു. ഇത് ജീവസത്തയുടെ ആത്മീയ ഐക്യത്തെ ആച്ഛാദനം ചെയ്യുന്നു. യോഗ പ്രക്രിയയാൽ എപ്പോൾ ഒരുവൻ തന്റെ ശുദ്ധി വ്യക്തിത്വത്തെ ആത്മസാക്ഷാത്കാരത്തിലൂടെ പൂർണ്ണമായി ഗ്രഹിക്കുന്നുവോ അഥവാ സ്വാനുഭവത്തിലാക്കുന്നുവോ അപ്പോൾ 5 സ്ഥൂല ഘടകങ്ങളെയും സൂക്ഷ്മ ഘടകങ്ങളെയും മനസ്സ്, ബുദ്ധി എന്നിവയെ വീണ്ടും മഹത്വത്വ അവസ്ഥയിലേക്ക് മിശ്രണം ചെയ്ത് അവന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. അപ്രകാരം മഹത്തത്വത്തിന്റെ മുഷ്ടി ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രനായ ശേഷം അവൻ പരമാത്മഭാവത്തിൽ വിലയം പ്രാപിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗുണപരമായി ജീവസത്ത പരമാത്മാവിൽ നിന്നും അഭിന്നനാണെന്നും അപ്രകാരം ലൗകിക ആകാശത്തെ അവന്റെ അവ്യതിരിക്തമായ ബുദ്ധിയാൽ അലങ്കരിച്ച് ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിൽ നിരതനായി തീരുന്നുവെന്ന് അവർ പൂർണ്ണമായി ഗ്രഹിക്കേണ്ടതായുണ്ട്. ആത്മീയ അനന്യതയുടെ പരമമായ പരിപൂർണ വികാസമാണിത്. ഭഗവാന്റെയും വിതുരരുടെയും കൃപയാൽ ധൃതരാഷ്ട്രർ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നു. വിതുരരുമായി നേരിട്ട് ഇടപെടുകയാൽ ധൃതരാഷ്ട്രർ ഭഗവത് കൃപയ്ക്ക് പാത്രമായി എന്ന് മാത്രമല്ല, വിതുരരുടെ നിർദ്ദേശങ്ങളെ അദ്ദേഹം യഥാർത്ഥമായും ആത്മാർത്ഥമായും പരിശീലിച്ചപ്പോൾ പരമമായ പരിപൂർണാവസ്ഥയെ പ്രാപ്തമാക്കാൻ ഭഗവാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ഒരു ശുദ്ധ ഭഗവത് ഭക്തന് ഭൗതിക ആകാശത്തിലെ ഏതെങ്കിലും ഒരു ലോകത്തിൽ ജീവിക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക ഘടകങ്ങളുമായുള്ള സമ്പർക്കത്തിലോ ഏർപ്പെടേണ്ടതായി വരികയില്ല. ഭഗവാന്റെ നിർവിശേഷമായ അഥവാ അനന്യമായ അഭിവാഞ്ചയിൽ നിന്നും ഉത്ഭൂതമാകുന്ന ആത്മീയ തരംഗങ്ങളാൽ പൂരിതമാകിയാൽ ഭൗതിക ശരീരമെന്ന് വിശേഷിപ്പിക്കുന്നതിന് അസ്തിത്വമില്ലാത്തതാകുകയും അപ്രകാരം ജീവാത്മാവ് മഹത്തത്വമെന്ന സർവ്വവിധ മാലിന്യങ്ങളുടെയും ഭണ്ഡാരത്തിൽ നിന്ന് എന്നേക്ക് സ്വതന്ത്രമാകുകയും ചെയ്യുന്നു. ജീവാത്മാവ് എപ്പോഴും ആത്മീയാകാശത്തിലാകുന്നു. ഭക്തിയുത സേവന ഫലത്താൽ 7 ഇരട്ടിയായ ഭൗതികാവരണങ്ങളെ അലങ്കരിച്ചാണ് അത് പ്രാപ്തമാക്കുന്നത്. ബന്ധാത്മാക്കൾ ഈ ആവരണത്തിനുള്ളിലും അതേസമയം മുക്താത്മാക്കൾ ഈ മായയ്ക്ക് എത്തിപ്പിടിക്കാവുന്നതിനപ്പുറവുമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ശ്രീപാദ് നാരദമുനി കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നു, നമ്മൾ കണ്ടു യോഗാസനത്തിൽ അല്ലെങ്കിൽ ആസനം, ശരിയായിട്ടുള്ള യോഗ ആസനം പോസ്റ്ററിൽ ഇരിക്കുന്നു. പിന്നെ പ്രാണായാമം, പ്രത്യാഹാരം എന്നുള്ള പ്രോസസ് എല്ലാം പറയുന്നു. ഇനി അതിനുശേഷം അതിന്റെ റിസൾട്ട് എന്താണെന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. ധൃതരാഷ്ട്രർക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്
പഞ്ചഭൂതം കൊണ്ടാണ്, അല്ലെ? പഞ്ചഭൂതം കൊണ്ട് കൂട്ടത്തിൽ, അതായത് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, രണ്ട് കാര്യങ്ങളാണുള്ളത്. അപ്പോൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഈ രണ്ടും ഉപേക്ഷിക്കണം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സൂക്ഷ്മ ശരീരവും ഉപേക്ഷിക്കണം, സ്ഥൂല ശരീരവും ഉപേക്ഷിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നു, അങ്ങനെ ധൃതരാഷ്ട്രർ ധ്യാനത്തിലൂടെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ശരീരം വിടുന്ന പ്രോസസ്സാണ് പറയുന്നത്. അദ്ദേഹം ശരീരം വിടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥൂല ശരീരം എല്ലാം ഉപേക്ഷിക്കുന്നു, അതേപോലെ സൂക്ഷ്മ ശരീരവും ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ആ പരംവ്യോമത്തിലേക്ക് പോകുന്നു ഭഗവാൻ, അല്ലെങ്കിൽ ആ സ്പിരിച്വൽ സ്കൈ. ഇവിടെ ബ്രഹ്മൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ചുരുക്കം പറയുകയാണെങ്കിൽ ഭഗവാന്റെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ് പറയുന്നത്. ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു നമ്മുടെ മഹത്വത്തെ കുറിച്ച്. മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ, അതായത് എലമെന്റ്സും ഉള്ളത്, എല്ലാ ധാതുക്കളും ഉള്ള ഒരു അതിന്റെ ഒറിജിനാണ് മഹത്വം. അതായത് പഞ്ചഭൂതങ്ങൾ വന്നിട്ടുള്ളതും, അതേപോലെ തന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും, മനസ്സും ബുദ്ധിയും നിത്യാഹങ്കാരവും, ഇതെല്ലാം 24 മൂലകങ്ങളാണ് പറയുന്നത്. ഈ 24 മൂലകങ്ങളും മഹത്വത്തിലാണ് ഉള്ളത്. മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ഇത് നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയുന്നു, ഈ ഭൗതിക ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ സൃഷ്ടി നടക്കുന്നതിനേക്കാൾ മുമ്പ് ഭഗവാൻ ഈ മൂലകങ്ങളെല്ലാം ഉണ്ടാക്കി, ക്രിയേറ്റ് ചെയ്തു. അതിൽ വരുന്നതാണ് ഈ ഇന്ദ്രിയങ്ങളും, ഭൂമി, അപ്പോ, അനലോ, വായു, ഇതെല്ലാം. അങ്ങനെ 24 മൂലകങ്ങളാണുള്ളത്. 24 മൂലകങ്ങളും അതെല്ലാം അദ്ദേഹം ഉണ്ടാക്കുന്നു, ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് പിന്നെ ജീവാത്മാക്കളെ, അല്ലെങ്കിൽ ജീവാത്മാക്കളെ ഓൾറെഡി ഉണ്ട്, അദ്ദേഹം ഭഗവാനിൽ നിന്ന് വരുന്നു, അവർക്ക് ഓരോ ശരീരം കിട്ടുന്നത് പിന്നീടാണ്. പിന്നീട് ഈ മൂലകങ്ങളെല്ലാം ഉപയോഗിച്ച് ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ച് അവർക്ക് ശരീരങ്ങൾ കിട്ടുന്നു. അപ്പോൾ മഹത്വം എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും, അല്ലെങ്കിൽ ഈ ഒരു സൃഷ്ടിക്ക് കാരണമാവുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്ക് കാരണമാവുന്ന ഒരു സംഭവമാണ് ഈ മഹത്വം എന്ന് പറയുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, എവിടെയാണോ കാരണോദകസായ വിഷ്ണു ഉള്ളത്, കാരണോദകസായ വിഷ്ണു ഭൗതിക ലോകം സൃഷ്ടിക്കുന്ന സമയത്ത് അവിടെ പറയുന്നു, അത് ഒരു മേഘം പോലെ, അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് ഒരു ഏരിയ ഉണ്ട്, ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ മൂലകങ്ങളെല്ലാം ഉള്ളത്. അവിടെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അതിൽ നിന്നുള്ള ഈ മൂലകങ്ങളെല്ലാം ഉപയോഗിച്ച് പിന്നീട് ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിനകത്തുള്ള ഓരോ ജീവജാലങ്ങൾക്കും വേണ്ട ശരീരങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് പിന്നീടാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ധൃതരാഷ്ട്രക്കാരും മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഈ ഭൗതിക ലോകം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടേക്ക് പോകുന്ന സമയത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ സ്ഥൂല ശരീരം നമ്മൾ ഉപേക്ഷിക്കുന്നു, സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കുന്നു. സ്ഥൂല ശരീരത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? സ്ഥൂല ശരീരം എന്തുകൊണ്ടാണ്? പഞ്ചഭൂത നിർമ്മിതമാണ്. ഭൂമി, അപ്പോ, അനലോ, വായുർഖം, അല്ലെ? ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും, മനസ്സും ബുദ്ധിയും നിത്യാഹങ്കാരവും എല്ലാം ഉപേക്ഷിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടി പിന്നെ തിരിച്ച് ഇതിൻ്റെതായിട്ടുള്ള കാര്യം, ഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മൾ പറയുന്നു, ഇപ്പോൾ ഭൗതിക ലോകത്തിലെ ഒരു എന്താ പറയാ, ലോകം മുഴുവൻ എടുക്കുവാണെങ്കിൽ ഈ ഭൂമിയുടെ ഒരു ലെയറുണ്ട്. ഭൂമി എന്ന് പറയുന്ന എലമെന്റിന് ഒരു ലെയറുണ്ട്. അതുപോലെ വെള്ളം എന്ന് പറയുന്നതിന് ഒരു ലെയറുണ്ട്. ഇത് നമുക്ക് ഭാവനയിൽ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന അചിന്ത്യമായിട്ടുള്ള കാര്യമാണ്, എന്നാലും പറയുന്നു, ഇതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിലെ ഭൂമി എന്ന് പറയുന്ന ആ മൂലകം, അല്ലെങ്കിൽ എലമെന്റ്, ഭൂമി എന്ന് പറയുന്നതിലേക്ക് അത് മെർജ് ചെയ്യുന്നു. പിന്നെ വെള്ളം എന്ന് പറയുന്ന എലമെന്റ് അതിലേക്ക് പോകുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് ശരീരം ഇവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ സൂക്ഷ്മ ശരീരത്തെ ഉപേക്ഷിക്കുന്നില്ല, സ്ഥൂല ശരീരം മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ.
എന്നാൽ നമ്മൾ ഈ ലോകം, ഭൗതിക ലോകം വിട്ടു പോകുന്ന സമയത്ത് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പൊ എല്ലാം മഹത്വത്തിലാണ് ഈ പറയുന്ന മൂലകങ്ങളെല്ലാം ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതെല്ലാം തിരിച്ച് അവിടേക്ക് പോകുന്നു. നമ്മൾ അങ്ങനെ ഭഗവാന്റെ ആത്മീയ ശരീരം നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദി പറയുന്നത്, ധൃതരാഷ്ട്രരും കൂട്ടരും അവര് ധ്യാനയോഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഈ മൂലകങ്ങളെല്ലാം അതിൻ്റെതായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നു. ഇത് അവര് അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ശരീരം വിടുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം സംഭവിക്കുന്നു. ഭൂമി എന്ന് പറയുന്ന എലമെന്റ് ഭൂമിയുടെ ഇതിലേക്ക് പോകുന്നു. വെള്ളം, ആ മൂലകം അതിന്റെ സ്ഥലത്തേക്ക് പോകുന്നു. മനസ്സിന്റെ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെയെല്ലാം നമ്മളിൽ നിന്ന് പോകുന്നു. പിന്നെ ആത്മീയ തലത്തിലുള്ള ശരീരം ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ആ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ശിലപ്രഭുജി പറയുന്നത്, തുടങ്ങുന്നത് തന്നെ, അതായത് നമ്മൾ ഈ ലോകത്തിൽ, അതായത് ഇന്ദ്രിയ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഭഗവാനെ മറന്നുകൊണ്ട് നമ്മൾ ഇന്ദ്രിയ സുഖം അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് മാറി ഒരു സന്തോഷം നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് പറയുന്നു. അത് സത്യമാണ്. കാര്യം നമ്മൾ നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നു, വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നില്ല. എന്നാൽ രക്ഷപ്പെടുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. നമ്മുടെ ആക്ച്വൽ ഐഡന്റിറ്റി എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയെല്ലാം കൂടെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ ആക്ച്വൽ ഐഡന്റിറ്റിക്ക്, ആത്മാവിന് ഒരു ആത്മീയ ശരീരം കിട്ടുന്നു അവിടേക്ക് പോകുന്ന സമയത്ത്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ധൃതരാഷ്ട്രർക്കും അത് സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ധൃതരാഷ്ട്രരുടെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, ധൃതരാഷ്ട്ര ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ? പാണ്ഡവർക്കെതിരെ യുദ്ധത്തിന് ദുര്യോധനനെ പ്രോത്സാഹിപ്പിച്ചു, കൂട്ടുനിന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം എങ്ങനെ ലഭിച്ചു? ഇത്രയും അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം എങ്ങനെ കിട്ടി? അതിനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? വിതുരര് കാരണം. വിതുരര് മഹാത്മാ, അദ്ദേഹം ശുദ്ധഭക്തനാണ്. വിതുരരുടെ കാരുണ്യം കൊണ്ട് ഭഗവാനിലേക്ക് എത്തുന്നു. ഇതാണ് പറയുന്നത്, ഗുരു കൃഷ്ണപ്രസാദേ പായേ ഭക്തി ലതാ ബീജ്. ഗുരുവിലൂടെ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരു വരുന്നു. പിന്നെ ആ ഗുരുവാണ് പിന്നെ നമ്മൾ ഭഗവാനിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ വിതുരര് ഗുരുസ്ഥാനത്താണുള്ളത് ധൃതരാഷ്ട്രർക്ക്. ധൃതരാഷ്ട്രരെ നേർവഴി കാണിച്ചു കൊടുക്കുന്നതും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും വിതുരരാണ്. ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് ധൃതരാഷ്ട്രത ഫോളോ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആത്മീയ ഗുരു അല്ലെങ്കിൽ ആത്മീയ പാതയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തി, അവരുടെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്താലേ റിസൾട്ട് കിട്ടാവുള്ളൂ. ഇവിടെ ധൃതരാഷ്ട്രർ ഫോളോ ചെയ്തു. ഇതിനു മുമ്പ് വിതുരർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹം ഫോളോ ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഫോളോ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു പരംവ്യോമത്തിലേക്ക് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ആത്മീയ ലോകത്തിലേക്ക് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നു ആര്? വിതുരര്. അപ്പോൾ ഇതാണ് ഒരു ശുദ്ധ ഭക്തൻ നമ്മുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ അവരുടെ മഹാകാരുണ്യം കൊണ്ട് ഒരു യോഗ്യതയില്ലാത്ത നമ്മളെ പോലുള്ള ആളുകൾക്കും ഭഗവാനിലേക്ക് എത്താനുള്ള യോഗ്യത അവര് നേടിത്തരുന്നു. അവരുടെ കാരുണ്യം കൊണ്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സുകൃതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെയാണ്, ഞാൻ വലിയ ആളാണ്, ഒന്നുമല്ല. എല്ലാം ഗുരുജനങ്ങളുടെയും അല്ലെങ്കിൽ ശുദ്ധഭക്തരുടെയും കൃപയാണ്. മഹാകൃപ, മഹാകാരുണ്യം. അവർക്ക് കാര്യം അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നോ എന്ന് പറയില്ല. കാര്യം ശുദ്ധഭക്തരുടെ
ഹൃദയത്തിൽ ഭഗവാനുണ്ട്, ഭഗവാന്റെ ഹൃദയത്തിൽ ശുദ്ധഭക്തരും. സാധുബിർ ഗ്രസ്ത ഹൃദയോ ഭക്തിർ ഭക്ത ജനപ്രിയ. ഭഗവാൻ പറയുന്നു, ഞാൻ എന്റെ ഭക്തരുടെ അധീനതയിൽ ഭക്തരെ എന്നെ കൺട്രോൾ ചെയ്യുന്നു, ശുദ്ധഭക്തരെ. അതാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധഭക്തർ ഭഗവാനോട് പറയുവാണ്, ഓക്കെ, ഈ വ്യക്തിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ ഈ റെസ്പോൺസിബിലിറ്റി എടുത്തോളാം എന്ന് പറഞ്ഞ് ആരെങ്കിലും പറയുവാണെങ്കിൽ ഭഗവാൻ പിന്നെ ഒന്നും നോക്കില്ല. യോഗ്യതയുണ്ടോ ആ വ്യക്തിക്ക്, ഒന്നും നോക്കില്ല. പിന്നെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് വരുന്നത്? ആ ഭക്തനാണ് വരുന്നത്. സോ അതാണ് ഗുരു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം. യോഗ്യതയില്ലാത്ത നമ്മളെ യോഗ്യരാക്കുന്നു, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നു, അങ്ങനെ നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കുന്നു. ഇവിടെ വിദുരർക്ക് അല്ലെങ്കിൽ ധൃതരാഷ്ട്രർക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ ശിലപ്രഭുജി അവസാന ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആത്മീയ തലത്തിലായിരിക്കും, ഭൗതിക തലത്തിലായിരിക്കില്ല. ആ ഭൗതിക തലത്തിലുള്ള എല്ലാത്തിൽ നിന്നും മുക്തരായി അവര് ആത്മീയ തലത്തിലേക്ക് അവര് ഉയർന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഉയർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കും, അടുത്ത ചോദ്യം, ശുദ്ധഭക്തർ അപ്പോൾ ഇവിടെ ഉള്ള സമയത്ത്, ഭൗതിക ലോകത്തിലുള്ള സമയത്ത് എന്താണ് അവസ്ഥ? ഭൗതിക ലോകത്തിൽ ഇപ്പൊ ഒരുപാട് ശുദ്ധഭക്തര് നമ്മുടെ ഈ ലോകത്തുണ്ട് ഇപ്പോഴും. അപ്പോൾ അവര് പോയിട്ടുണ്ടാവില്ല, അവരിവിടെ ഉണ്ടാവും ഇപ്പോഴും. അവരെന്തിനാണ് ഇവിടെ ഉള്ളത്? അവരിവിടെ ഉള്ളതിന്റെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മളെ പോലുള്ള അധപതിച്ചിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അവര് വരുന്നത്. അവരുടെ ഉദ്ദേശം അതാണ്. നമ്മളെ എല്ലാവരും ഉദ്ധരിക്കാൻ വേണ്ടി അവര് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരെ ഈ ത്രിഗുണങ്ങൾ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം ബാധിക്കുന്നുണ്ടോ? അപ്പോൾ എക്സ്റ്റേണലി നോക്കുവാണെങ്കിൽ ശരിയാണ്, ഈ ഭൗതിക ലോകത്തിലെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ശരീരം അല്ലെങ്കിൽ നമ്മൾ കാണും അസുഖങ്ങൾ വരുന്നത് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ മരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ നമ്മളും മരിക്കുന്നു, ആ ശുദ്ധഭക്തനും മരിക്കുന്നു, എനിക്കും അസുഖം വരുന്നു, അവർക്കും അസുഖം വരുന്നു. എന്താ വ്യത്യാസം? അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ വ്യത്യാസം തോന്നുന്നില്ല. പക്ഷെ ആത്മീയ തലത്തിൽ നോക്കുവാണെങ്കിൽ അവരുടെ ശരീരം ഇവിടെ ആയിക്കോട്ടെ, അവരുടെ എല്ലാം ആത്മീയ തലത്തിൽ അവര് ഭഗവാന്റെ അടുത്താണ് എപ്പോഴും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശരീരവും ഇവിടെയാണ്, മനസ്സും ഇവിടെയാണ്, ഹൃദയവും ഇവിടെയാണ്, എല്ലാം ഇവിടെയാണ്, നമ്മുടെ ചിന്തകളും എല്ലാം ഇവിടെയാണ്. അപ്പോൾ ശുദ്ധഭക്തര് എവിടെയാണെങ്കിലും, നരകമാവട്ടെ, ഭൗതിക ലോകമാവട്ടെ, ഏത് ലോകമാവട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയാവട്ടെ, നരകമാവട്ടെ, സ്വർഗമാവട്ടെ, എവിടെ അവരെ കൊണ്ടുവച്ചാലും അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ആത്മീയ തലത്തിലാണ് ഉള്ളത്. അപ്പോൾ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന സമയത്തും അവര് ആത്മീയ തലത്തിലാണ് അവരുടെ അവസ്ഥ. അതാണ് വ്യത്യാസം. നമുക്ക് അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഇരിക്കുന്ന കാലത്ത് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നു, ത്രിഗുണങ്ങൾ ബാധിക്കുന്നു. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ നിന്നുള്ള നമുക്കുള്ള ടേക്ക് ഹോം ലെസൺ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള നമ്മുടെ ലെസൺ, പാഠം എന്താണ്? 1-2 പാഠങ്ങൾ ആരെങ്കിലും പറയൂ. ധൃതരാഷ്ട്ര പയസ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഗുരുവിന്റെ സഹായത്തോടെ ഭഗവാന്റെ അടുത്തെത്താൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. സോ അതുകൊണ്ട് നമ്മളും സിൻസിയറായിട്ട് ഭക്തിയുത സേവനം ചെയ്താൽ നമുക്കും ഭഗവാന്റെ നാമത്തിലെത്താം. ഗുരുവിന്റെ സിൻസിയറിറ്റിയും ഡെഡിക്കേഷനും കൊണ്ട് ഗുരുവിന്റെ അല്ലെങ്കിൽ ഒരു ശുദ്ധഭക്തരുടെ അവരുടെ കീഴിൽ അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അല്ലേ? വെരി ഗുഡ്. താങ്ക് യു മാതാജി. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ ആർക്കെങ്കിലും ലെസൺ ആയിട്ട് തോന്നുന്നുണ്ടോ? പ്രഭു ഹരേ കൃഷ്ണ. യെസ്, പറയൂ പ്രഭു. ഇത് പറഞ്ഞല്ലോ, പുണ്യത്തെ പറ്റി പറഞ്ഞല്ലോ, 2 തരത്തിലുണ്ട്, ഭൗതികം, ആധ്യാത്മികം. അതിനകത്തിലെ പിന്നെ പക്ഷെ ഈ നമ്മുടെ ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ അത് എങ്ങനെ അഫക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഗൃഹസ്ഥ ജീവിതത്തിലെ നമ്മുടെ ഫാമിലിയോടുള്ള കടമകളുണ്ടല്ലോ, അതിനകത്ത് ഏത് പുണ്യമാ അതിൽ വരുന്നേ? ഫാമിലിയോടുള്ള കടമ നമ്മൾ ഭഗവത് ഭാവത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് ഇവിടെ ബന്ധനത്തിന് കാരണമാവില്ല.
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഫാമിലി റെസ്പോൺസിബിലിറ്റി ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടത് ഭഗവാൻ എനിക്ക് നിയോഗിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഫാമിലി. നമ്മൾ ആരും സെലക്ട് ചെയ്തിട്ടുള്ളതല്ല നമ്മുടെ ഫാമിലി. നമ്മൾ അച്ഛനെ സെലക്ട് ചെയ്തിട്ടില്ല, അമ്മയെ സെലക്ട് ചെയ്തിട്ടില്ല, ഭർത്താവിനെ, ഓക്കെ, ഭാര്യ ഭർത്താവിനെ ചിലപ്പോൾ പറയും ഓ അത് നമ്മൾ സെലക്ഷൻ ചെയ്തു എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്തൊക്കെ സെലക്ഷൻ ചെയ്താലും വരാനുള്ളതേ വരുള്ളൂ. അതൊരു കാര്യമുണ്ട്, വരാനുള്ളതേ വരുള്ളൂ. ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കാൻ, നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ എന്താണെങ്കിലും അപ്പോൾ നടന്നിട്ടുള്ളതെല്ലാം ഭഗവാന്റെ അറിവ് കൊണ്ടും ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ്. സോ നമ്മൾ ഏത് സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, ആ സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ സേവിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ആക്ച്വലി നമ്മുടെ ഭഗവത് ഭാവത്തിൽ നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, കുട്ടികളെ നോക്കുന്ന കാര്യം, ഹസ്ബൻഡും വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത്, അച്ഛനമ്മമാരെ നോക്കുന്നത്, ഇതെല്ലാം ഒക്കെ ഭൗതിക തലത്തിലുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയ തലത്തിൽ, അല്ലെങ്കിൽ അതൊരു ഭഗവത് സേവനമാണ്, ഇവരെല്ലാവരും ഭഗവാന്റെ അംശമാണ്, അതുകൊണ്ട് അവരെ സേവിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഭഗവാന്റെ അംശമായതുകൊണ്ട് അവരെ ആത്മീയ തലത്തിൽ അവരെ കണ്ടുകൊണ്ട് ഒരു ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് സേവനം ചെയ്യുകയാണെങ്കിൽ അത് ബന്ധനത്തിന് കാരണമാവില്ല. അല്ലാതെ വരുമ്പോൾ ശരീരബോധത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ബന്ധനത്തിന് കാരണമാവും. അതാണ് നമുക്ക് വ്യത്യാസം. സോ ഒരു ഭക്തനെ സംബന്ധിച്ച് ഗൃഹസ്ഥാശ്രമമാവട്ടെ, സന്യാസമാവട്ടെ, ബ്രഹ്മചാരി ആശ്രമമാവട്ടെ, വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. നമ്മുടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാർഷദരെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഗൃഹസ്ഥരായിരുന്നു. ശ്രീവാസ് ഠാക്കൂർ ഗൃഹസ്ഥനായിരുന്നു, അദ്വൈതാചാര്യ ഗൃഹസ്ഥരായിരുന്നു, നിത്യാനന്ദ പ്രഭുവും വിവാഹം കഴിക്കുന്നുണ്ട്, അദ്ദേഹം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുണ്ട്, ശിവാനന്ദ സേനുണ്ട്, പിന്നെ ഒരുപാട് മഹാരാജ് പ്രതാപരുദ്രയുണ്ട്, സർവം ഭട്ടാചാര്യയുണ്ട്. ഇവരെല്ലാവരും മഹാപ്രഭുവിന്റെ വളരെ പ്രിയപ്പെട്ട പാർഷദരായിരുന്നു. അവരെല്ലാവരും ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരാണ്. പക്ഷെ അവരെല്ലാവരും എങ്ങനെയാണ് ആ ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നുണ്ടായിരുന്നത്? ഭഗവാനെ നടുക്ക് നിർത്തിക്കൊണ്ട്, ഭഗവാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ബാക്കിയുള്ള സേവനങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലും ഒരു ബന്ധനത്തിനും കാരണമാവില്ല. സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവരോടും നന്ദി പറയുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ജഗദ്ഗുരു ശീല പ്രഭുപാദ് കി ജയ്, സമവേത ഗൗര ഭക്തവൃന്ദ കി ജയ്, ഗൗര പ്രേമാനന്ദ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.